ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഇനി വരാനിരിക്കുന്ന വിശേഷമാണ്. ഇന്നത്തെയും നാളത്തെയും വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട്. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരും കയറി കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ ആദർശ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. അങ്ങനെ ആദർശ അറിഞ്ഞു. നയനയും തന്റെ അമ്മയും ആദർശിനെ പറ്റിക്കുകയായിരുന്നു. അവരൊന്നിച്ച വിവരം നമ്മുടെ നയന തുറന്നു പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ പിണക്കമൊക്കെയാണ്. ചെറിയ പിണക്കമല്ല, കുറച്ച് വലിയ പിണക്കം തന്നെയാണ്. നമ്മുടെ നയനയെ ഒരു ചീഫ് ഡിസൈനർ എന്ന സ്ഥാനത്ത് നിന്ന് വരെ ആദർശ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു ഭൂകമ്പം തന്നെയാണ് നമ്മുടെ അനന്തപുരി തറവാട്ടില് സൃഷ്ടിക്കുന്നത്. അങ്ങനെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ വിവരം അറിഞ്ഞു. അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമായി. അനാമിക രേവതിനെയും വേണുവിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അവർക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് വേണം നീ അവിടെ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റാനായിട്ട്. അതുകൊണ്ട് നീ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റണം. അപ്പൊ അതിനുള്ള കുറച്ച് പൊടിക്കൈയൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അനാമിക ആണെങ്കിൽ നമ്മുടെ നയനെ അങ്ങോട്ട് വാരി അലക്കുകയാണ്. കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. മുക്കിലും മൂലയിലും അവിടെയും ഇവിടെയും ഒക്കെ വെച്ച് നമ്മുടെ നയനയെ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട്. നയനെ കുറച്ച് ബോൾട്ടൊക്കെ ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ ഒരു ആദർശിന്റെ ഈ ഒരു അകൽച്ച ഒരുപാട് നയനയെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നയനയ്ക്ക് ഈ ഒരു ഫീലിങ്സ് ഉള്ളത് കൊണ്ട് തന്നെ അനാമിക ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അനാമിക പറയുന്ന ഉത്തരത്തിനോ ഒന്നും മറുപടി പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ദേവയാനി ആണെങ്കിൽ മാറി മാറി ചോദിക്കുകയാണ് ആദർശിനോട്, എന്താടാ നിനക്ക് പറ്റിയത്, നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞു, എന്ത് സംഭവിച്ചാലും അമ്മയ്ക്ക് എന്താ കുഴപ്പമിരിക്കുന്നത്, അമ്മയ്ക്ക് അമ്മയുടെ മരുമകളെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്താ അമ്മ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്, ഇപ്പൊ എനിക്ക് അവളെ ഇഷ്ടമല്ല, അപ്പൊ എനിക്കും അവളെ ഇഷ്ടമല്ല അമ്മയ്ക്കും അവളെ ഇഷ്ടമല്ല, എങ്കിൽ പിന്നെ എന്തിനാ അമ്മേ അവളെ ഇവിടെ നിർത്തിയേക്കുന്നത്, അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടത്തില്ലേ, ഇവിടെ അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ. അപ്പൊ നമ്മുടെ ദേവയാനി ഇപ്പൊ പറയുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും സങ്കടം ആകില്ലേ, അച്ഛന്റെ അവസ്ഥ നിനക്ക് അറിയാലോ, അച്ഛന്റെ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവളും നീയും വഴക്കുണ്ടാക്കുന്നത് മുത്തശ്ശന് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊക്കെ തുറന്നു പറ എന്ന് പറഞ്ഞിട്ട് പോലും ആദർശ് ഒന്നും പറയുന്നില്ല. കാരണം ആദർശ് പറയത്തില്ലാത്ത ആദർശിന് ഒരു സൈഡിൽ ദേഷ്യമുണ്ട്. അതുമല്ല, താൻ ഇത് അറിഞ്ഞെന്ന് ഇവരറിയുകയും വേണ്ട, അങ്ങനെ അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കനകദുർഗ കളിച്ചൊരു ചെറിയ കളി ഉണ്ടല്ലോ, അതിന്റെ ഒരു വലിയ കളിയാണ് നമ്മുടെ ആദർശ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമയത്താണെങ്കിൽ ജലജ നമ്മുടെ നയനെ കാണുമ്പോൾ പറയുന്നുണ്ട്, നിനക്കിപ്പോ സമാധാനമായില്ലേ, അല്ലെങ്കിൽ എത്ര ദിവസം വരെ ഇത് മുന്നോട്ടേക്ക് പോകുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരിക്കലും നിന്നെ ആദർശിന് ഇഷ്ടമാവില്ലടി, ആദർശ് വെറുതെ എന്തോ കമ്പനിക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമാണ് നിന്റെ പുറകെ നടന്നതും ഒക്കെ, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. ഇപ്പൊ അവന് മനസ്സിലായി നീ വെറും പേരും കള്ളിയാണെന്ന്. നീ നിന്റെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ആരാമിക മോള് പറഞ്ഞതുപോലെ എന്തോ കൊള്ളയടിച്ചോണ്ട് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയാം. അപ്പം ദേവയാനി ഇന്നലെ ഒരു അടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കഥയെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവയാനിയൊക്കെ ഒരു അടിയൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ജലജയ്ക്ക് എത്ര അടി കിട്ടിയാലും സമാധാനം ആവില്ലല്ലോ. അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മുടെ ജാനകിയും വരികയാണ്. ജാനകിയും വന്നിട്ട് നയനോട് പറയാണ്, നയനെ ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ, ഞാൻ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ എന്റെ മരുമകളെ പോലെ നിനക്ക് നല്ല രീതിയിലൊന്നും ജീവിക്കാൻ പറ്റത്തില്ലടി, എന്റെ മരുമകളുടെ സ്ഥാനം ഒരിക്കലും നിനക്ക് കിട്ടാനും പോകുന്നില്ല, നീ വെറുതെ എല്ലാവരുടെയും മനസ്സ് പിടിച്ചടക്കിയത്, അല്ലെങ്കിൽ നീ എന്തോ കൂടോത്രം ചെയ്തതാടി, ആ കൂടോത്രത്തിന്റെ ഇതങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിന്നെ ആദർശ് വെറുത്തു തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ നവ്യനെ കുറിച്ചും കനകയെ കുറിച്ചും ഗോവിന്ദനെ കുറിച്ചും ഒക്കെ വെറും വൃത്തികേടുകളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കി നിൽക്കുക കേൾക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെയാണെങ്കിൽ വസന്തര, അതായത് മുത്തശ്ശി പ്രതികരിക്കാൻ വരുമ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട, ഇവര് പറയുന്നതെല്ലാം ശരിയാണ്, ഇവര് പറയുന്നതിനോടെല്ലാം ഞാൻ യോജിക്കുന്നുണ്ട്, കാരണം ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇവര് പറയുന്നതിനൊക്കെ അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ നയന തന്നെ നയനെ അങ്ങോട്ട് അടിച്ചു താഴ്ത്താണ് കേട്ടോ. എനിക്ക് ആദർശിന്റെ ആ ഒരു സൈഡിൽ നിന്നും ആ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന മാനസിക പിരിമുറുക്കമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഈ സമയത്ത് കനകയും ഗോവിന്ദനും ഇതറിഞ്ഞിട്ട് കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര വിഷമമായി. വേറെ ആരുമല്ല വിളിച്ചു പറഞ്ഞത്, നമ്മുടെ അഭിയാണ് നവ്യോട് ഈ കാര്യം പറഞ്ഞത്. നയന ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. അപ്പൊ അഭി വിളിക്കുന്നുണ്ട്, നിന്റെ അനിയത്തിനെ ഇവിടെ എല്ലാവരും ഇട്ട് പൊരിക്കുന്നുണ്ട്, നിന്റെ അനിയത്തി എന്തോ മൂർത്തീസ് ജ്വല്ലറിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിന്റെ അനിയത്തിനെ ഇവിടെ ഇട്ട് എല്ലാവരും പൊരിക്കുന്നത്,
അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനിയിപ്പം എനിക്ക് നിന്നോടുള്ള സ്നേഹവും അധിക നാളൊന്നും കാണത്തില്ല. കാരണം ഞാനെന്തിനാ നിന്നെ സ്നേഹിക്കുന്നത്? ആദർശിനെ കണ്ടുപഠിക്കണം എന്നാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ആദർശേട്ടൻ നയനിയെ സ്നേഹിക്കുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യേനെ കുറെ കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അപ്പൊ നവ്യ ഇത് കേട്ടപ്പോ തന്നെ കനകയോടും ഗോവിന്ദനോടും പറഞ്ഞു, അവിടെ നയനയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ആദർശേട്ടനും നയനയും തമ്മിൽ പിണങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവളെ ചീഫ് ഡിസൈനർ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി അവൾ രാജിക്കത്ത് കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ കനകയ്ക്ക് അങ്ങോട്ട് വല്ലാണ്ടായിട്ടോ. കനക പറഞ്ഞു, അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം, അതെന്താ കാരണം? എനിക്കറിയില്ല അമ്മേ, എന്താ കാരണം എന്നൊന്നും അവിടെ ആർക്കും അറിയില്ല. ആദർശേട്ടന് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. പക്ഷെ ആദർശേട്ടൻ അത് ആരോടും എടുക്കുന്നോ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പം ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പം മരുമകളും അമ്മായിയമ്മയും കള്ളത്തരം ചെയ്തത് കണ്ടുപിടിച്ച് കാണുമോ? അതായിരിക്കുമോ? അതാകാൻ വഴിയില്ല അച്ഛാ. കാരണം അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദർശേട്ടന് സന്തോഷമല്ലേ ഉണ്ടാക്കത്തുള്ളൂ. ഇതിപ്പോ എന്താണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പൊ കനകദുർഗ പറഞ്ഞു, ആ നയനെ ഒന്നും വിളിച്ചു പോലും ഇല്ലല്ലോ, അവൾ എന്തു പറ്റി വിളിക്കാത്തത്? അപ്പോഴാണ് പെട്ടെന്ന് നവ്യ പറയുന്നത്, ഇത് എന്നോട് അഭി പറഞ്ഞതാണ്, അല്ലാതെ നയന പറഞ്ഞതല്ല. അഭി എന്നോട് വിളിച്ചപ്പം പറഞ്ഞത് നയനക്ക് ഇത് നമ്മളോട് പറയാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും, അച്ഛനും അമ്മയൊക്കെ വിഷമിക്കൂല്ലോ എന്ന് ഓർത്തിട്ട് പറയാത്തതായിരിക്കും, ഇത് എന്നോട് അഭി പറഞ്ഞതാണ് എന്നിങ്ങനെ പറയാം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, നമുക്ക് ഉടനെ തന്നെ അനന്തപുരി തറവാട്ടിലൊന്ന് പോകാം. ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടും ചോദിച്ചില്ല പറഞ്ഞില്ല എന്ന് ലാസ്റ്റ് പറയരുത്. നമ്മുടെ നയനമോളുടെ കാര്യം എങ്ങനെയായി തീരുന്നൊന്നും അറിയത്തില്ലല്ലോ. അവള് വിളിക്കാതെ നമുക്കൊന്നും അറിയത്തില്ല അവിടുത്തെ കാര്യം. അഭി പറഞ്ഞത് വെച്ച് മാത്രം വിലയിരുത്താനും പറ്റില്ല. കാരണം അഭി വാ തുറന്നാൽ പച്ചക്കള്ളം മാത്രമേ പറയത്തുള്ളല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം കനക, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഏതായാലും ദേവയാനി ഇപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാന്ന് പറയാ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നയന വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പം കറക്റ്റ് സമയത്ത് വേണുവും രേവതിയും വരികയാണ് കേട്ടോ. ഈ സമയം മുതലെടുക്കാൻ വേണ്ടിയാണ് അവര് വരുന്നത്. ഏതായാലും 2 പറയണം, 2 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് നമ്മുടെ അനാമിക രേവതിനെയും വേണുവിനെയും വിളിച്ചു വരുത്തുന്നത്. പുറകെ കനകയും ഗോവിന്ദനും വരുന്ന കാര്യം ഇവരറിഞ്ഞിട്ടില്ല, രേവതിയും വേണുവും. അങ്ങനെ രേവതിയും വേണുവും ആദ്യം വന്ന ഉടനെ തന്നെ നമ്മുടെ അനാമിക കയറി വാ അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ഇവരെ കണ്ട ഉടനെ ദേവയാനി വലിയ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. കാരണം ദേവയാനി ഇപ്പം നമ്മുടെ നയനയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. കയറി വാ വേണു വന്നിരിക്കുക എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും വേണു പറഞ്ഞു, ഞങ്ങൾ കുറെ നാളായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, എന്റെ മോളുടെ വിവരമൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാ. അവളെ കണ്ടിട്ടും കുറച്ചു നാളായി, ഒത്തിരി ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഒരെണ്ണമല്ലേ ഉള്ളൂ, ഏതായാലും അതുകൊണ്ട് വന്നതാന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ രേവതിനെയും വിളിച്ചുകൊണ്ട് അനാമിക അകത്തേക്ക് കയറിപ്പോയി. വേണു ദേവയാനിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേണു ആണെങ്കിൽ അവിടെയും ഇവിടെയും തൊടാതെ, എല്ലാം അറിഞ്ഞു എന്ന് ദേവയാനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവിടെയും ഇവിടെയും തൊടാതെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചു വെച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞു കേട്ട് വന്നിട്ട് മനുഷ്യനെ വട്ട് കളിപ്പിക്കായിട്ട് എന്റെ മോളുടെ ഈ ഒരു അവസ്ഥ കാണാൻ വേണ്ടി തന്നെയാണ് ഇതുങ്ങൾ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷെ പുറമെ അതൊന്നും കാണിക്കുന്നില്ല. ഈ സമയത്താണ് രേവതിനെ നമ്മുടെ അനാമിക റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, അവൾ എന്തി, അവളെ കാണുന്നില്ലല്ലോ, അവളെ കണ്ടിട്ട് വേണം അവളെ 2 പറയാനായിട്ട്. ആ ദേവയാനി ചേച്ചി ഇരിക്കുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആരും ഇല്ലാത്തപ്പോ വേണം പറയാൻ. ആ കിളവിയും കിളവനും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് 2 പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് രേവതി. അപ്പൊ അനാമിക പറയുന്നുണ്ട്, വേണോ അമ്മേ, 2 അല്ല, കുറച്ച് കൂട്ടി പറഞ്ഞോണം. കാരണം ഇവിടെ ഇനിയിപ്പം അവളെ തടയാന് ആരുമില്ല. ആദർശേട്ടനാണ് അവളെ പൊക്കി പിടിച്ചോണ്ട് നടന്നത്. ആ ആദർശേട്ടൻ അവളിപ്പം തറയിലിട്ട് ചവിട്ടി മെതിക്കുന്നുണ്ട്. അതുപോലെ മുത്തശ്ശനും മുത്തശ്ശി ഇപ്പോഴും ഇങ്ങനെ ഒലിപ്പിച്ച് അവളുടെ പുറകെ നടക്കുക. പതിയെ അതും നിന്നോളും. ഏതായാലും കിട്ടിയ അവസരം അമ്മ പാഴാക്കണ്ട. ഒരു കാര്യം ചെയ്യാം, അവളെ 2 പറഞ്ഞിട്ട് അമ്മ ഇവിടുന്ന് പോയാൽ മതി. വേണമെങ്കിൽ അവളുടെ മുഖത്തിനിട്ടും കൂടെ ഒന്ന് പൊട്ടിച്ചോ. ഇപ്പൊ അവളത് 2 കരണവും നീട്ടി തരുവുള്ളൂ അടിക്കാനായിട്ട്. അവളുടെ അവസ്ഥ ആ ഒരു അവസ്ഥയായി ഇപ്പം. പുറത്തു പോലും അവൾ ഇറങ്ങുന്നില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ബാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേയാണ് കനകദുർഗയും ഗോവിന്ദനും കൂടെ നേരെ നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു. ഒരു ഓട്ടോ വന്ന് നിന്നിട്ട് ഇവരിറങ്ങി വരുമ്പോഴേ ദേവയാനി ഇവരെ കാണുകയാണ്. അപ്പം ദേവയാനി വലിയ സന്തോഷത്തോടു കൂടി എണീറ്റു. പക്ഷെ തൊട്ടടുത്ത് വേണു ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ഒരുപാട് സന്തോഷിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങോട്ട് പെട്ടെന്ന് ആ സന്തോഷം മുഖത്ത് നിന്ന് അങ്ങ് മാറ്റി ഒരു ചെറിയൊരു അഭിനയത്തോടു കൂടി ഇങ്ങനെ എണീറ്റിട്ട്, ഇതാരാ വരുന്നത്, നയനയുടെ അച്ഛനും അമ്മയോ എന്ന് പറയാം. അപ്പം വേണു ആണെങ്കിൽ കാലുമേ കാലൊക്കെ വെച്ചിട്ട് ഇവർ വന്നിട്ട് മൈൻഡ് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വലിയ ആരോ ആണെന്നുള്ള വിചാരത്തില്. അങ്ങനെ കനക കയറി വന്ന ഉടനെ, അല്ല നയനമോൾ എന്ത് ചെയ്യും, ഞങ്ങൾ നയനമോളെ കാണാനാ വന്നത്, അവള് കുറച്ച് ദിവസമായിട്ട് വീട്ടിലേക്ക് വിളിക്കുന്നതേ ഇല്ല,
അത് മാത്രമല്ല കുറച്ച് വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ദേവയാനി ചേച്ചി. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ കുട്ടിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ട്. എന്താ ആദർശിന് പറ്റിയത്? ആദർശിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട്? അപ്പം വേണുവും രേവതിയും അനാമികയും ആ ഒരു സമയത്ത് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരോട് കുറച്ച് ദേഷ്യപ്പെട്ട് ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കാനായിട്ട് ദേവയാനിക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദേവയാനി പതുക്കെ കണ്ണിങ്ങനെ അടച്ചു കാണിച്ചിട്ട് കനകയോട് പറഞ്ഞു, ഓ ഇപ്പൊ അതിനുവേണ്ടി വന്നതായിരിക്കും അല്ലേ? എന്താണെന്ന് ആർക്കറിയാം? നിങ്ങളുടെ മകള് മൂർത്തീസ് ജ്വല്ലറി കൊള്ളയടിച്ചതാണോ അതോ ഇനി അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടായതാണോ എന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷം. അനാമികയും രേവതി അങ്ങ് മുഖത്തോട് മുഖം നോക്കി അങ്ങ് ചിരിക്കാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ആ എന്താ വിചാരിച്ചത്? മോളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ച് എല്ലാം നേടിയെടുക്കാന്നാണോ വിചാരിച്ചത്? ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? മൂർത്തീസ് ജ്വല്ലറിയുടെ ജോലിയും പോയി, അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിലെ മരുമകൾ എന്നുള്ള സ്ഥാനവും പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയപ്പോഴത്തേക്കും കനകദുർഗ നമ്മുടെ നയനയോ നവ്യ പോലെയൊന്നും അല്ല, തക്ക മറുപടി തന്നെ കൊടുക്കും. ഇങ്ങ് വന്നില്ല, ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, അതെ മോളെ പറഞ്ഞു വിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് ചെയ്യുന്നത് ആരാണെന്ന് എനിക്കും എൻ്റെ മക്കൾക്കും പറയുന്ന നിങ്ങൾക്കും ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാനല്ല തരേണ്ടത്. ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. മോളെ പറഞ്ഞയച്ചിട്ട് ഇവിടെ നിന്ന് എന്തൊക്കെ അടിച്ചു മാറ്റിയെന്നും ഈ വീട് മുടിപ്പിക്കാൻ നോക്കിയോന്നൊക്കെ. അപ്പൊ ഇത് കേട്ട ഉടനെ നമ്മുടെ വേണു എണീറ്റിട്ട് പറഞ്ഞു, ഓഹോ അതെന്ത് വർത്താനമാ? ഇതിപ്പോ ഞങ്ങൾ ഏതാണ്ട് അടിച്ചു മാറ്റി പോലെയാണല്ലോ കനക പറയുന്നത്. കനകേ, ഞങ്ങളുടെ മോളെ അല്ല ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നത്. ഞങ്ങളുടെ മരുമകനും ഞങ്ങളുടെ മോളും തമ്മിൽ എന്തൊക്കെയോ ചെറിയ സ്വരച്ചേർച്ചയൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ എൻ്റെ മോളോട് പറഞ്ഞിട്ടില്ല അവൻ വീട്ടിൽ പോയി നിൽക്കാനായിട്ട്. അവളാണ് പിണങ്ങി 2-3 പ്രാവശ്യം വന്ന് നിന്നത്. പക്ഷെ ഇവിടെ അതുപോലെയല്ല. ഇവിടെ മരുമകൻ പറഞ്ഞിരിക്കുക നയനിയോട് വീട്ടിൽ പോയി നിൽക്കാനും. അപ്പൊ പിന്നെ ആരുടെ കയ്യിലാ പ്രശ്നം? അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സഹികെട്ട് നിൽക്കുക കേട്ടോ. ദേവയാനിക്കൊന്നും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇതിൽ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് വിശേഷം ആ എപ്പിസോഡിൽ അവസാനിക്കുന്നത്. അപ്പൊ കാത്തിരിക്കുക, എല്ലാവരും കാത്തിരിക്കുക. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 12:30-12:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഇന്നും നാളെയും വരുന്ന വിശേഷമല്ല, ഉടനെ തന്നെ വരുന്ന വിശേഷമാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ.